ഈ വിദ്യാർത്ഥിയുടെ മരണശേഷം ആദ്യഘട്ടം മുതൽ ഇതിൽ കൃത്യമായി അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിരുന്ന ഡീനിനെ എന്തുകൊണ്ട് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നില്ല? ഡീനിനെ ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ KSU ആലോചിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളറകളിലേക്കുള്ള മുഴുവൻ രഹസ്യങ്ങൾ ഇതിൽ പുറത്തു വരണം. ഒരു വിദ്യാർത്ഥിയെ വലിയ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കിക്കൊണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷവും അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടുള്ള വിചാരണ നടത്തുകയാണ് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ചെയ്യുന്നത്. ഇന്ന് SFIയുടെ സൈബർ ഹാൻഡിലുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സിദ്ധാർത്ഥൻ SFIക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള SFIയുടെ ഒരു വ്യഗ്രത. എന്തുകൊണ്ട് അത്തരത്തിലേക്കുള്ള ഒരു സമീപനത്തിലേക്ക് SFI പോകുന്നു? ഇന്നലെ സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നു, എൻ്റെ മകൻ അവിടെ ക്യാമ്പസിൽ ഒരു SFI പ്രവർത്തകനല്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം SFI സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി SFI പ്രവർത്തകനാണ് എന്ന് ഇന്നാണോ നിങ്ങൾക്ക് മനസ്സിലായത്? അധികം മരണം നടന്ന 10 ദിവസത്തോളം കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾക്ക് മനസ്സിലായത്? SFIയുടെ സൈബർ ഹാൻഡിലുകളിലെല്ലാം സിദ്ധാർത്ഥൻ SFIക്കാരനാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിദ്യാർത്ഥി 18-ാം തീയതി മരണത്തിന് കീഴടങ്ങിയതിനു ശേഷം ഒരൊറ്റ പോസ്റ്റെങ്കിലും നിങ്ങളുടെ ഇവിടുത്തെ യൂണിറ്റ് കമ്മിറ്റിയുടെ പേജിലോ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേജിലോ ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് വലിയ ഗൂഢാലോചന ഇപ്പോഴും മരണത്തിന് ശേഷവും ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്ന് 2 ദിവസങ്ങൾക്ക് മുമ്പ് SFI സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് കണ്ടു. 2 മാസത്തോളമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണെന്ന്. 2 മാസത്തോളം ഹാക്ക് ചെയ്യപ്പെട്ട ഇത്രയേറെ വലിയ എന്താ പറയുക ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയി എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ 2 മാസത്തോളം ആ പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു ഇതിക്ക് മുൻപൊരു അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ തുടക്കം മുതൽ ഇതിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിൽ ഈ SFIക്കാരായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള CPM നേതൃത്വം നൽകുന്നുണ്ട്. ഇവിടുത്തെ അധ്യാപക ഉദ്യോഗസ്ഥ വൃന്ദം നൽകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിൽ നിന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഡീനെ ഉൾപ്പെടെ പ്രതികൾ ചേർക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പല ആവർത്തിയാന KSU നിരന്തരം പറയുന്നുണ്ട്, SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ, ഏകാധിപത്യ കോട്ടകളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്യാമ്പസുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്. അതിന് ഒത്താശ ചെയ്യുന്നത്, അതിന് കൂട്ടുപിടിക്കുന്നത്, അതിന് കുട പിടിക്കുന്നത് ആ ക്യാമ്പസിലുള്ള ഇടതുപക്ഷ അനുകൂല അധ്യാപക ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ്. ഈ ക്യാമ്പസിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കോപ്പറേറ്റീവ് സ്റ്റോർ നടത്തുന്ന DYFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ മരണത്തിന് മുൻപും അതിനുശേഷവും അവിടുത്തെ മുഴുവൻ കാര്യങ്ങളെ അദ്ദേഹം ഇരുന്ന് നിയന്ത്രിക്കുകയാണ്. ഓരോ ചലനങ്ങളും അവിടുത്തെ പാർട്ടി നേതൃത്വത്തെ വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഒരു അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലേക്ക് ഒരു അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ, ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആളുകളെല്ലാം ഈ പാർട്ടി അനുകൂലമായിട്ട് എന്താ CPMന്റെ ജില്ലാ സെക്രട്ടറി ഓഫീസ് വെറ്ററിനറി സർവകലാശാലയ്ക്ക് മാറ്റിയിട്ടുണ്ടോ? നിരന്തരം അവരവിടെ സന്ദർശനം നടത്തുന്നു, വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നു, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ വലിയ ഗൂഢാലോചനകൾ നടത്തുന്നുണ്ട്. ഇത് ഈ ക്യാമ്പസിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു വയ്ക്കുന്നു, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന SFI നിയന്ത്രിക്കുന്ന ക്യാമ്പസുകൾ അല്ലെങ്കിൽ ഏകാധിപത്യ ക്യാമ്പസുകളിൽ, അവരുടെ ഹോസ്റ്റലുകളിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ട്. ഈ അടുത്ത ദിവസമാണ് മഹാരാജാസ് കോളേജിൽ, എറണാകുളം മഹാരാജാസ് കോളേജിന്റെ ഹോസ്റ്റലിൽ KSUക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ സർട്ടിഫിക്കറ്റിലെല്ലാം SFIയുടെ നേതൃത്വത്തിൽ വലിയ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മാർക്ക് ലിസ്റ്റ് വിവാദം, പരീക്ഷ പോലും എഴുതാത്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മാർക്ക് ലിസ്റ്റ് ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് കോളേജിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സൂചിപ്പിച്ച അധ്യാപകർക്കെതിരെ കോൺഗ്രസ് അനുകൂല അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ മുഖ്യധാരയിൽ ഉണ്ടാകേണ്ടുന്ന അതിൻ്റെ ആളുകളെ അല്ലെങ്കിൽ കൺട്രോളറെ സസ്പെൻഡ് ചെയ്യാതെ തരത്തിലേക്കുള്ള ഇത് പോകുന്നു. അതേപോലെ ഇടതുപക്ഷ ആളുകളെ സംരക്ഷിക്കുകയും മറ്റ് ആളുകളെയെല്ലാം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് കാലാകാലങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. അവർ നൽകുന്ന ഒരു സംരക്ഷണ വലയമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരം വലിയ ഒരു കുറ്റകൃത്യം നടത്താൻ SFI എന്ന് പറയുന്ന സാഡിസ്റ്റ് സംഘടനകൾക്ക്, തീവ്രവാദി സംഘടനയ്ക്ക് ധൈര്യം കൊടുക്കുന്നത് ഈ ക്യാമ്പസുകളിൽ വിഹരിക്കുന്ന ഇടതുപക്ഷ അനധ്യാപക ചെന്നായി കൂട്ടങ്ങളാണ്. അതുകൊണ്ട് അവരെ കൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു ഇതുണ്ടായില്ല എങ്കിൽ മരണം ഇവിടെ ഒരു അന്വേഷണം എന്ന തരത്തിൽ ഒരു പൊറാട്ട്
എന്താണ് SFIക്കാരെ ഒരു നാടകത്തിന്റെ പേരിൽ മാത്രം അറസ്റ്റ് ചെയ്ത് തെളിവുകളെല്ലാം നശിപ്പിച്ച് അവർക്കെതിരെ ശക്തമായിട്ടുള്ള അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നുണ്ട്. അത് തിരുത്തപ്പെടണം. ഇനിയും കേരളത്തിൽ എല്ലാ രാഷ്ട്രീയം മാറ്റിവെക്കുക. കേരളത്തിലെ ക്യാമ്പസിൽ ഒരു സിദ്ധാർത്ഥൻ ആവർത്തിച്ചുകൂടാ. ഒരു മാതാവിന്റെയും പിതാവിന്റെയും കണ്ണീര് നിരന്തരമായി കുറേയേറെ ദിവസങ്ങളിൽ കാണുകയാണ് നമ്മൾ. നിരന്തരമായി കേരളത്തിൽ നിന്ന് എത്രയോ മാതാപിതാക്കൾ നിരന്തരം വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട്. ഈ ക്യാമ്പസിൽ സിദ്ധാർത്ഥന് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഇനിയും ഇത്തരത്തിലുള്ള ഒരു സിദ്ധാർത്ഥൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെ ഇതിനെ കുടപിടിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നൊരു വലിയ ആവശ്യം കൂടി KSU മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കാൻ KSU തീരുമാനിച്ചിട്ടില്ല. ശക്തമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതിന്റെ ഈ കുറ്റത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അവർ പറയുന്നു 3-4 വിദ്യാർത്ഥികൾ ചെയ്ത ഒരു തെറ്റിനെ ഞങ്ങൾ അവരെ തള്ളിപ്പറയുന്നു, ഞങ്ങൾ അവരെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, SFI എന്ന് പറയുന്ന സംഘടന നൽകുന്ന കവചമാണ് ആ കുറ്റകൃത്യം ചെയ്യാൻ ആ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചത്. അല്ലാതെ സാധാരണപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ട വിചാരണ ക്യാമ്പസിൽ നടത്താൻ സാധിക്കുമോ? അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ആ സംഘടനയ്ക്ക് ഇതിൽ നിന്ന് കൈ കഴുകാൻ സാധിക്കില്ല. ഇവിടെ മാറേണ്ടത് SFIയുടെ മനോഭാവമാണ്. ആ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ എന്നതിനപ്പുറം അവരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകണമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായിട്ട് KSU വരും ദിവസങ്ങളിൽ കടന്നു വരുമെന്ന് മാത്രം പറയുകയാണ്.